കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയിൽ പങ്കെടുത്ത ഒരു യുവ കോൺഗ്രസ് പ്രവർത്തകയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഹരിയാനയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഹരിയാനയിലെ റോത്തക്കിനടുത്ത സാംപ്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ വെച്ചാണ് യുവതിയുടെ മൃതദേഹം ഒരു സൂട്ട് കേസിൽ കണ്ടെത്തിയത്. മാർച്ച് 1 രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൺഗ്രസിൽ ഒരു വളർന്നു വരുന്ന നേതാവായിരുന്നു ഹിമാനി നർവാൾ. ഇപ്പൊ ഹിമാനി നർവാളിന്റെ പിതാവ് 8 കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്തായിരുന്നു. ഹിമാനി നർവാളിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടതാണ്. അപ്പൊ ഇതേ തുടർന്ന് ഹിമാനിയുടെ അമ്മയും മറ്റൊരു സഹോദരനും ഡൽഹിയിലാണ് താമസിക്കുന്നത്. കോൺഗ്രസിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന നേതാവായിരുന്നു ഹിമാനി നർവാൾ. അതേപോലെ തന്നെ അവർക്ക് അത്ര തന്നെ എതിർപ്പ് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പം ഹിമാനി നർവാളിന്റെ അമ്മ പറയുന്നത് കോൺഗ്രസ്സുകാരാണ് അവരെ കൊന്നത്. കാരണം കോൺഗ്രസിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. അവർ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. LLB വിദ്യാർത്ഥിയായിരുന്നു അവര്. വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കൊടുക്കാതെ കോൺഗ്രസിന് വേണ്ടി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. രാത്രി 2 മണിവരെയൊക്കെ ഇലക്ഷൻ പ്രവർത്തനത്തിൽ അവർ രംഗത്തുണ്ടായിരുന്നു. അപ്പം അതേ സമയത്ത് കോൺഗ്രസിന്റെ ഹരിയാനയിലെ പ്രമുഖ നേതാവ് ദീപീന്ദർ ഹുഡയുടെ ഭാര്യയായിട്ട് വളരെ സൗഹൃദത്തിലുള്ള നേതാവായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇവർ മരിച്ചു എന്നറിഞ്ഞ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവന കൊടുത്തു എന്നല്ലാതെ ഒരാൾ പോലും ഇവരുടെ വീട്ടിലേക്ക് വരികയോ വിളിക്കുകയോ ചെയ്തിരുന്നില്ല. ഹിമാനിയുടെ സുഹൃത്താണ് ദീപീന്ദർ ഹുഡയുടെ ഭാര്യ എന്നാണ് പറയുന്നത്. പക്ഷെ ഹിമാനിയുടെ മരണത്തെ തുടർന്ന് ഹിമാനിയുടെ അമ്മ ദീപീന്ദർ ഹുഡയുടെ ഭാര്യയെ വിളിച്ച സമയത്ത് അവർ ഫോൺ പോലും എടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് കൊന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിനകത്ത് നേരത്തെ തന്നെ ഹിമാനിയുടെ വളർച്ചയിൽ എതിർപ്പുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഹിമാനി തന്നെ പലപ്പോഴും പുറത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഹിമാനിയുടെ വളർച്ചയിൽ എതിർപ്പുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ, കാരണം രാഹുൽ ഗാന്ധിയുടെ കൂടെ അവർ ഫോട്ടോ എടുക്കുന്നു, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോയിൽ പങ്കെടുക്കുന്നു, അവർക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ കോൺഗ്രസിലെ ഒരറിയപ്പെടുന്ന നേതാവായിട്ട് വളർന്ന ഹിമാനിയോട് കോൺഗ്രസിനകത്ത് തന്നെ ആളുകൾക്ക് ശത്രുതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇവരുടെ മരണ കാരണം എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. മാർച്ച് 1 രാവിലെ 10:30 ഇവരുടെ മൃതദേഹം ഒരു സൂട്ട് കേസിനകത്ത് കുറ്റിക്കാട്ടിൽ കാണുന്നത്. അപ്പൊ അതോടുകൂടി പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ഈ സൂട്ട് കേസ് പരിശോധിച്ച സമയത്താണ് ഇതിനകത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളാണെന്ന് കണ്ടെത്തുന്നത്. ആദ്യം പോലീസിന് ആളാരാണെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നീട് കോൺഗ്രസ് നേതാവ് ബാത്ര ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത് ഹിമാനിയാണെന്ന് പറയുന്നതും അവർ പ്രസ്താവനയൊക്കെ കൊടുക്കുന്നതും. പക്ഷെ ഇങ്ങനെയൊക്കെ പ്രസ്താവന കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഹിമാനിയുടെ വീട്ടിലേക്ക് പോയില്ല എന്നാണ് അമ്മ പറയുന്നത്. അമ്മ ഡൽഹിയിലാണ് കഴിയുന്നത്. മാർച്ച് 27 അമ്മ ഇവരെ വിളിച്ചിരുന്നു. 28 തനിക്കൊരു പരിപാടിയുണ്ട്, അതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇവരെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടിയില്ല. പിന്നീട് 28 വൈകിട്ട് മുതൽ അവരെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മാർച്ച് 1 ഇവര് മരിച്ച വിവരമാണ് പിന്നീട് അമ്മ അറിയുന്നത്. അപ്പൊ അവര് വളരെ വികാരവിവശയായിട്ട് അവർ കോൺഗ്രസിനെ വളരെ ശക്തിയായ ഭാഷയിൽ വിമർശിക്കുകയാണ്. അതേപോലെ തന്നെ ഇവരുടെ സഹോദരൻ കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ നടന്നു വന്ന ഒരു നേതാവിനെ ആ പാർട്ടിയിൽ അവർ വളർന്നതിന്റെ അസൂയാണോ എന്നുള്ളത് വരെ അന്വേഷിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവരുടെ ഒരു കാമുകനാണ് ഇവരെ കൊന്നത് എന്നുള്ളൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. കാരണം കാമുകനിൽ ഇവർ അനേകം പണം വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷണ വിധേയമായിട്ട് ഇരിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവ്, രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് നേതാവാണ് അല്ലെങ്കിൽ വനിതാ നേതാവാണ് മരിച്ചിരിക്കുന്നത്.